പ്രാദേശിക സഭയുടെ എപ്പാർക്കിയൽ അസംബ്ലിയാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത്. ഇന്നേ ദിവസം നാം മാർത്തോമാ ശ്ലീഹായുടെ ഭാരത പ്രവേശത്തിൻ്റെ ഓർമ്മ ആചരിക്കുന്നുണ്ട്. അതോടൊപ്പം ഇവിടെ പറഞ്ഞതുപോലെ പാലാ രൂപതയ്ക്ക് ഇതിനകം ദൈവത്തിൻ്റെ പരിപാലനയിൽ 3 പിതാക്കന്മാരെയാണ് ലഭിച്ചിട്ടുള്ളത്. അതിൽ 2 പേരും ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ഒരാൾ കർത്താവിൻ്റെ സന്നിധിയിൽ പോയിരിക്കുന്ന അഭ്യുന്നയ സുഭാഷൻ വയൽ പിതാവാണ്. പിതാവിൻ്റെ ഓർമ്മയും ഇന്ന് ആചരിക്കുന്നു എന്ന് സ്വാഗത പ്രസംഗത്തിൽ വലിയ ബഹുമാനപ്പെട്ട തടത്തിലച്ഛൻ സൂചിപ്പിച്ചു. അപ്പോൾ ഈ സുന്ദര ദിനത്തിൽ നമ്മുടെ ഈ എപ്പാർക്കിയൽ അസംബ്ലി ആരംഭിക്കുന്നത് തീർച്ചയായിട്ടും ഉചിതമാണ്. ദൈവാനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നതിന് സാധിക്കുന്ന ഒരു സന്ദർഭം. സാർവത്രിക സഭ സിനഡാത്മകതയെക്കുറിച്ച് ചിന്തിക്കുകയും സിനഡ് നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ എപാർക്കിയൽ അസംബ്ലിയുടെ പ്രസക്തി നമുക്ക് കൂടുതൽ മനസ്സിലാക്കുവാൻ സാധിക്കും. ഒക്ടോബറിൽ റോമിൽ നടന്ന സിനഡിൻ്റെ ആദ്യത്തെ സമ്മേളനത്തിൽ വളരെയേറെ വ്യക്തമാക്കപ്പെട്ട ഒന്നാണ് പൗരസ്ത്യ സഭകൾക്ക് സാർവത്രിക സഭയിലുള്ള സാന്നിധ്യത്തിൻ്റെ പ്രാധാന്യം. സിനഡ് പുറപ്പെടുവിച്ച ഒരു പ്രമാണരേഖയുണ്ട്. അതിനെയും പഠനത്തിനും അതുപോലെ തന്നെ വിചിന്തനങ്ങൾക്കുമൊക്കെ വിഷയമാക്കി ഈ സിനഡാത്മക സിനഡിൻ്റെ 2ാമത്തെ സമ്മേളനത്തിൽ 2024 ഒക്ടോബറിൽ ചർച്ചയ്ക്ക് വിഷയമാക്കേണ്ടതാണ് അന്തിമമായ തീരുമാനങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ചരിത്രത്തിൽ ആദ്യമായി സഭയുടെ ഒരു ഔദ്യോഗിക പ്രമാണരേഖയിൽ ഒരധ്യായം തന്നെ പൗരസ്ത്യ സഭകൾക്ക് വേണ്ടി നീക്കിവെച്ചു എന്നുള്ളത് ഈ കഴിഞ്ഞ സിനഡിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. പൗരസ്ത്യ സഭകളുടെ ഡെലഗേറ്റ്സിൻ്റെ പ്രത്യേകിച്ച് പിതാക്കന്മാരുടെ സാന്നിധ്യം വളരെ ഏറെ പ്രകടമായിരുന്നു ഈ കഴിഞ്ഞ ഒക്ടോബറിലെ സിനഡാത്മക സിനഡിൽ. അത് പരിശുദ്ധ പിതാ ഫ്രാൻസിസ് പാപ്പായുടെ പ്രത്യേക ആഗ്രഹപ്രകാരം നടപ്പിലാക്കിയ ഒരു കാര്യമാണ്. കത്തോലിക്ക ഡെലഗേറ്റ്സ് മാത്രമല്ല, കത്തോലിക്ക ഇതര സഭകളുടെ തലവന്മാരും പ്രതിനിധികളും ഈ സിനഡിലുണ്ടായിരുന്നു. അവരെ ഫ്രട്ടേണൽ ഡെലഗേറ്റ്സ് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. 10-30ഓളം പേര് മെത്രാപ്പോലീത്തമാർ, അവരുടെ ദൈവശാസ്ത്രജ്ഞന്മാർ, അവരുടെ സഭകളിലെ ഉന്നത ചിന്തകരൊക്കെ ആയിട്ട് ഈ സിനഡിൽ 348 അംഗങ്ങളുള്ള ഈ സിനഡ് സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. അവർക്കെല്ലാവർക്കും മറ്റംഗങ്ങളെ പോലെ അഭിപ്രായം തുറന്നു പറയുന്നതിനുള്ള സ്വാതന്ത്ര്യവും ഉണ്ടായി. അവരുടെ അഭിപ്രായങ്ങളും സിനഡിൻ്റെ അഭിപ്രായങ്ങളോട് ചേർത്ത് സമന്വയിപ്പിക്കുന്നതിനും പരിശ്രമിച്ചിരുന്നു. അവർക്ക് വോട്ടവകാശമില്ലായിരുന്നു എന്ന് മാത്രം. അപ്പോൾ അവരുടെ സാന്നിധ്യത്തിൽ വളരെ ഏറെ സിനഡിൻ്റെ ചിന്താഗതികൾ സാർവത്രികമായി മാറി എന്നുള്ളതാണ് ഒരു വസ്തുത. സിനഡ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവിടെ ഒരു പ്രത്യേകമായ എക്യുമെനിക്കൽ പ്രാർത്ഥനാ സമ്മേളനം ഉണ്ടായിരുന്നു. ആ സമ്മേളനത്തിന് തീർച്ചയായിട്ടും പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായാണ് നേതൃത്വം കൊടുത്തത്. അത് വളരെയേറെ വാചാലമായ ഒരു എക്യുമെനിക്കൽ സമ്മേളനമായിരുന്നു. എന്ന് വെച്ചാൽ എല്ലാവരും സംസാരിച്ചെന്നല്ല പറയുന്നത്, ആരും സംസാരിച്ചില്ല. പക്ഷെ ആ എക്യുമെനിക്കൽ സമ്മേളനം തന്നെ വാചാലമായിരുന്നു. നമ്മുടെ കർത്താവിൻ്റെ കുരിശിനെ സൂചിപ്പിക്കുന്ന ഒരൈക്കൺ, പരിശുദ്ധ അമ്മയുടേതായ മറ്റൊരൈക്കൺ,
ഇത് രണ്ടും പ്രതീക്ഷിച്ചതിന് ശേഷം സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ പാപ്പായും ഇതര സഭകളുടെ പ്രതിനിധികളും ഈ സിനഡിൽ സംബന്ധിക്കാനിരുന്ന 348 പ്രതിനിധികളും പൊതുജനങ്ങളും ഒന്നിച്ചു ചേർന്നുള്ള അതിമനോഹരമായ ഒരു പ്രാർത്ഥനാ ശുശ്രൂഷ, സൈലൻസ് അഥവാ നിശബ്ദതയായിരുന്നു ആ സമ്മേളനത്തിൻ്റെ വളരെ വലിയ ഒരു സവിശേഷത. ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് ധ്യാനാത്മകമായിട്ട് സഭകൾ ഒന്നുചേർന്ന് പ്രാർത്ഥിച്ചു. അതേക്കുറിച്ച് പരിശുദ്ധാവ് അവസാനം ഒരു പ്രഭാഷണം നടത്തിയപ്പോൾ പറയുകയാണ്, താങ്ക് യു ഫോർ യുവർ പ്രസൻസ്. സഭയിലെ വിവിധ വിഭാഗങ്ങളിൽ നിന്ന് നാം സഭയെ സാർവത്രിക സഭ എന്ന് പറയുമ്പോൾ കത്തോലിക്ക തിരുസഭയെ മാത്രം മനസ്സിൽ കാണുന്നത് എക്യുമെനിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ ശരിയല്ല. എല്ലാ സഭകളെയും മുന്നിൽ കണ്ടുകൊണ്ടാണ് പരിശുദ്ധ പറയുന്നത്, താങ്ക് യു ഫോർ യുവർ പ്രസൻസ്. താങ്ക് യു ടു ദ ദേശീയ കമ്മ്യൂണിറ്റി ഫോർ ദിസ് ഇനീഷ്യേറ്റീവ്. ദേശീയ കമ്മ്യൂണിറ്റിയാണ് ആ പ്രാർത്ഥനാ സമ്മേളനത്തിന് സംഘാടക വൈഭവം കൊടുത്തത്. അവരുടെ ഗാനങ്ങളുമൊക്കെ നിശബ്ദതയും വളരെയേറെ നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിലേക്ക് ഉയർത്തുന്നതായിരുന്നു. വിത്ത് ഗ്രേറ്റ് അഫെക്ഷൻ I greet the heads of churches. പരിശുദ്ധ പിതാവ് സഭയുടെ തലവന്മാരെ അഡ്രസ് ചെയ്യാണ്. I greet the heads of churches, the leaders and delegations of the different Christian traditions, and all of you, especially the young people. Thank you for coming to pray for us and with us in Rome prior to the ordinary General Assembly of the Synod of Bishops, and on the eve of the spiritual retreat that precedes it. Sin or those, let us walk together, not only Catholics, but all Christians, all of the baptized, the whole people of God, because only the whole can be the unity of all. ഇംഗ്ലീഷ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ തർജ്ജമ ചെയ്യാൻ പോകുന്നില്ല. എന്നുവരെങ്കിലും പരിശുദ്ധ പിതാവ് തൻ്റെ ആ സാർവലൗകികമായിട്ടുള്ള ദർശനത്തിൽ എപ്രകാരം ഇതര സഭകളും ഉൾക്കൊള്ളുന്നു എന്നും എല്ലാവരും ഒന്നിച്ച് നടക്കണമെന്നും എല്ലാവരും കർത്താവായി ശ്രമിച്ച് ആഗ്രഹിക്കുന്ന ഐക്യത്തിലേക്ക് വരണമെന്നും ആ ഐക്യം മനുഷ്യ സമൂഹത്തിൻ്റെ തന്നെ ഐക്യത്തിലേക്ക് നയിക്കണമെന്നുമൊക്കെയുള്ള വലിയ വിശാലമായ ഒരു ദർശനമാണ് ഇവിടെ സഭ ഉരുത്തിരിച്ച് കൊണ്ടുവരുന്നത്. ഇവിടെയാണ് നമ്മൾ ഭാഗവാക്കുകളാകുന്നത്. പൗരസ്ത്യ സഭകളുടെ സംവിധാനങ്ങളെക്കുറിച്ചെല്ലാം ചെറിയ ഗ്രൂപ്പുകളിലും ചർച്ചയുണ്ടായി. ചെറിയ 10-12 പേരുടെ ഗ്രൂപ്പുകളായിട്ടാണ് ഈ സിനഡ് നടന്നതെന്നുള്ളതാണ് വലിയ ഒരു പ്രത്യേകത. നാം ഇപ്പോൾ ഇരിക്കുന്നത് പോലെയല്ല. സിനഡ് ഹാളിൽ വേദിയിൽ ഒരു 10 പേരുടെ കൂട്ടത്തിൽ പരിശുദ്ധ പിതാവുണ്ട്. ബാക്കി താഴെ 10 പേരുടേതായിട്ടുള്ള ചെറിയ ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പിൽ മെത്രാന്മാരുണ്ട്, കർദിനാളന്മാരുണ്ട്, വൈദികരുണ്ട്, സന്യസ്തരുണ്ട്, അൽമായ പ്രതിനിധികളുണ്ട്, ഫ്രട്ടേണൽ ഡെലിഗേറ്റ്സ് ഉണ്ട്. എല്ലാം വീതിച്ച് അതിൽ വെച്ചിട്ടുണ്ട്. സഭയുടെ ചെറിയ പതിപ്പുകളായിട്ട് ഈ ഗ്രൂപ്പുകളെല്ലാം കൂടി ചേർന്ന് സാർവത്രിക സഭയുടെ ഒരു പതിപ്പ് പോലെ പ്രത്യക്ഷപ്പെടുകയാണ്. പാലായാകുന്ന ഈ പ്രാദേശിക സഭയുടെ സമ്മേളനങ്ങളും അതുപോലെ നടക്കുന്നത് നന്നായിരിക്കുമെന്ന് ഞാൻ അഭിപ്രായപ്പെടുകയാണ്. എന്ന് വെച്ചാൽ ഇവിടെ മാമോദീസ സ്വീകരിച്ച എല്ലാവരും സമന്മാരാണ്. സമന്മാരെന്ന് പറയുമ്പോൾ ജലത്താലും ആത്മാവിനാലുമുള്ള പുനർജനനം, പരിശുദ്ധാത്മാവിനുള്ള അഭിഷേകം, നമ്മുടെ കർത്താവിൻ്റെ തിരുശരീരങ്ങളുടെ പങ്കാളിത്തം, ഇതെല്ലാം നമ്മെ കർത്താവായ ഈശോ മിശിഹായുടെ പിതാവായ ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തിരിക്കുകയാണ്. നാം ദൈവമക്കളാണ്. കർത്താവായ ഈശോ മിശിഹായ ദൈവമക്കളാണ്. പൗലോസിലെ ഗലാത്യക്കാരോട് പറയുന്നത് പോലെ, ഇനി നിങ്ങൾ കർത്താവായ ഈശോ മിശിഹായ ദൈവത്തിന് വേണ്ടി ജീവിക്കേണ്ടവരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സമത്വത്തിൽ നിന്ന് വ്യതിരിക്തതകൾ വരുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ സവിശേഷ വരങ്ങളിലൂടെയാണ്. ചിലരെ ദൈവം, ചിലരെയല്ല, ഒരു നല്ല വിഭാഗം ആളുകളെ തെരഞ്ഞെടുത്ത് ഭാര്യാഭർത്താക്കന്മാരാക്കി വിവാഹത്തിൽ സമ്മേളിപ്പിച്ച് കുടുംബം സ്ഥാപിച്ച് മനുഷ്യ സമൂഹത്തിൻ്റെയും സഭയുടെയും പിന്തുടർച്ച ഉറപ്പുവരുത്തുന്നു.
അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വിളിയാണ്. ഈ വിളിയില്ലെങ്കിൽ സഭ നിലനിൽക്കുകയില്ല, ലോകം നിലനിൽക്കുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ അടിസ്ഥാനപരമായ വിളി ദൈവത്തിലുള്ള വിശ്വാസത്തോടും നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ ശരണത്തോടും കൂടി നിർവഹിക്കുന്നവർ ഒരു സവിശേഷ വരത്താൽ വ്യതിരിക്തരായി. ഇനി അതല്ല, കർത്താവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് വചനം പ്രഘോഷിക്കാനും കൃപ വിളമ്പാനും അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ സഭാസമൂഹത്തെയും മനുഷ്യ സമൂഹത്തെയും കൊണ്ടുവിടുവാനുള്ള ഉത്തരവാദിത്വം പേറിക്കൊണ്ടുള്ള സവിശേഷവരം വൈദികർക്ക് ലഭിക്കുന്നു. അതിൻ്റെ പൂർണ്ണത മെത്രാന്മാർക്ക്. പിന്നീട് സമർപ്പിതരുടെ ഒരു വലിയ വിഭാഗം. നമ്മുടെ സിറ മലബാർ സഭയിൽ തന്നെ നമുക്ക് 35,000-ഓളം ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഉണ്ട്, സമർപ്പിതരായ സിസ്റ്റേഴ്സ്. നമുക്ക് 500-ഓളം ബ്രദേഴ്സ്, നമുക്ക് 3000-ലധികം വൈദിക സഹോദരന്മാർ. അത് നമ്മുടെ സഭയിലുള്ളവർ. അത് നമ്മുടെ സഭയിൽ നിന്ന് പോയി ലത്തീൻ സഭയിലുള്ളവരെ കൂടെ കൂട്ടിയാൽ അതിലേറെ വലിയൊരു സംഖ്യയാണ്. അപ്പോഴങ്ങനെയുള്ള നമ്മുടെ ഈ വൈദിക സമൂഹം, സമർപ്പിത സമൂഹം, വിവാഹിതരായിട്ടുള്ള സഹോദരി സമാരായ എല്ലാവരും കൂടി അവരവരുടേതായ സവിശേഷ വരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സഭയിൽ നിരന്തരം നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ സ്നേഹത്തിനും കാരുണ്യത്തിനും സാക്ഷ്യം വഹിക്കണം. ഇതാണ് പുതുതായി തിരിയുന്ന ദർശനത്തിൻ്റെ ആ വൈവല്യം. ഇനി നാം വൈദികർ എന്നുള്ള നിലയിൽ മാറി നിൽക്കേണ്ടവരല്ല, സമർപ്പിതർ എന്നുള്ള നിലയിൽ മാറി നിൽക്കേണ്ടതില്ല. അതുപോലെ തന്നെ മെത്രാന്മാർക്ക് അവരുടേതായ രീതിയിൽ മാത്രം പ്രവർത്തിച്ചാൽ പോരാ, ഒരു സഭയോട് ചേർന്ന് പ്രവർത്തിക്കണം എന്നൊക്കെയുള്ളത് വ്യക്തമാക്കുകയാണ്. പക്ഷേ എല്ലാ വരങ്ങളുടെയും ഐക്യവും കൂട്ടായ്മയുള്ള പ്രവർത്തനവും ഉറപ്പുവരുത്തുന്നവനാണ് മെത്രാൻ. അപ്പോൾ ഉത്തരവാദിത്തങ്ങൾ അങ്ങനെ ഒന്നിച്ചു ചേർത്ത് സഭയായിട്ട് നമ്മുടെ കർത്താവിന് സമർപ്പിക്കുന്നവനാണ് മെത്രാൻ. ഓരോ ദിവസവും, എല്ലാ ദിവസവും. അപ്പോൾ ഇവിടെ പെട്ടെന്ന് നമ്മുടെ സ്വാഗത പ്രസംഗനായിട്ടുള്ള കാർത്തിലച്ചും പറഞ്ഞു, ഇതൊരു ജനറൽ ഓഡിറ്റിംഗ് ആണ്. അതെ, ഈ ജനറൽ ഓഡിറ്റിംഗ് എന്തിനു വേണ്ടിയിട്ടെന്ന് ചോദിച്ചാൽ, ഇത് നമ്മെ തന്നെ നാം എത്രമാത്രം കർത്താവായ യേശു മിശിഹാ ആഗ്രഹിച്ച തൻ്റെ ശിഷ്യരുടെ സമൂഹത്തിൻ്റെ ആ സ്വഭാവത്തിലാണോ എന്ന് അളക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഉരുത്തിരിയുന്ന സിനഡാത്മകത നമ്മുടെ സഭയിൽ ഐക്യവും സമാധാനവും ഉളവാക്കുമെന്നുള്ളതിന് സംശയമില്ല. നിങ്ങളുടെ ഈ പാലാ രൂപതയിലെ അനുഗ്രഹീതമായിട്ടുള്ള ഒരു സമൂഹമുണ്ട്. വിശ്വാസികളുടെ സമൂഹം, വൈദികരുടെ സമൂഹം, സമർപ്പിതരുടെ സമൂഹം, മെത്രാന്മാരുടേതുമായിട്ടുള്ള വിളികൾ ഇവിടെ സവിശേഷമാണ്. നമുക്കറിയാവുന്നതുപോലെ ഈ പാലാ രൂപത എല്ലാ രീതിയിലും ഭാരതത്തിലെ സഭയ്ക്കും ലോകത്തിലെ സഭയ്ക്കും തനതായ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു രൂപതയാണ്. ഇതിവിടെ പണ്ട് മുതലേ ഉണ്ടായിരുന്ന മാർത്തോമാ ശ്ലീഹായുടെ വിശ്വാസ പാരമ്പര്യത്തിൻ്റെ ഒരു സ്വാഭാവികമായ വളർച്ചയുടെ സവിശേഷതയാണ്. അതുകൊണ്ടാണ് ഇത്രയധികം വൈദികരും വൈദിക മേലധ്യക്ഷന്മാരും സമർപ്പിതരും ഈ രൂപതയിൽ നിന്ന് ഇതര രൂപതകളിലേക്കും സാർവത്രിക സഭയുടെ എല്ലാ ഭാഗങ്ങളിലേക്കുമൊക്കെ പോയി സഭാ ശുശ്രൂഷ ചെയ്യുന്നതിൽ തൽപരരായി മുന്നോട്ട് വന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സഭാ ശുശ്രൂഷ, പാലായിൽ നിന്നുള്ള വൈദികരെ നമുക്ക് ലോകത്തിലെവിടെയും മിഷണറിമാരായിട്ട്, വത്തിക്കാനിലെ കാര്യാലയങ്ങളിലായിട്ട്, മെത്രാന്മാരായിട്ട് ഇതര രൂപതകളിൽ ഒക്കെ കാണുവാൻ സാധിക്കും. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം പ്രാപിച്ചിരിക്കുന്ന രൂപതയാണിത്. അതുപോലെ തന്നെ ഈ രൂപതയിൽ നിന്നുള്ള മെത്രാന്മാർ സാർവത്രിക സഭയുടെ ലത്തീൻ സഭയിലെ രൂപതകൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നവരും ഈ രൂപതയോട് ബന്ധപ്പെട്ടാണ് അവരുടെ ചിന്തകൾ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ തന്നെ ഈ സ്റ്റേജിൽ അഭിവന്യ കൊല്ലമുറമ്പിൽ പിതാവ്, അഭിവന്യ ശ്രാമ്പിക്കൽ പിതാവ് ഒക്കെ സന്നിഹിതരായിരിക്കും. ദേശത്ത് വട്ടക്കാരെന്ന് പറയുന്നത് ദേശത്ത് മെത്രാന്മാരും കൂടുതലുള്ള ഒരു സ്ഥലമാണ് പാല. അപ്പോൾ അങ്ങനെയുള്ള സമ്പന്നമായ ഒരു രൂപതയുടെ, ഒരു പ്രാദേശിക സഭയുടെ എപാർക്കിയൽ അസംബ്ലിയാണ്. ഇനി നമ്മൾ ഭൗതിക തലത്തിലേക്ക് അങ്ങോട്ട് തിരിഞ്ഞാൽ, ഇവിടെ നിന്ന് ഉണ്ടായിട്ടുള്ളതുപോലെ MLA-മാരും
MP-മാരും വൈസ് ചാൻസലർമാരും മന്ത്രിമാരും ഒക്കെ തിരുവാ മലബാർ സഭയിലെ മറ്റൊരു രൂപതയിൽ നിന്നും ഉണ്ടായിട്ടില്ല. ഇത്രമാത്രം ഉന്നതരായ മനുഷ്യ സേവകരെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു രൂപതയാണ് പാലം. ടോക്കിയോയിൽ ഇപ്പോൾ അംബാസഡറായിരിക്കുന്ന സിബി ജോർജ് നിങ്ങളുടെ ഒരു തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സ്വകാര്യ അഭിമാനമാണ്. അദ്ദേഹത്തിന് വത്തിക്കാനിലും അതുപോലെ തന്നെ ഇതര രാജ്യങ്ങളിലുമുള്ള സ്വാധീനം വളരെ വലുതാണ്. അദ്ദേഹം കുറേ വർഷങ്ങൾ വത്തിക്കാൻ്റെ അംബാസഡർ കൂടിയായി. അപ്പോഴിങ്ങനെയുള്ള ഒരു നിലയിൽ ഈ രൂപത ഇങ്ങനെ വളർന്ന് പന്തലിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വളരെയേറെ വിദ്യാഭ്യാസത്തിൽ, ആദര ശുശ്രൂഷയിൽ, സാമൂഹിക മേഖലകളിൽ, കാരുണ്യത്തിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ നിക്ഷേപിക്കാൻ സാധിച്ചിട്ടുണ്ട്. വളരെയേറെ സഭയുടെ സമ്പത്തും സഭയുടേതായിട്ടുള്ള ശേഷിയും നിങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു വലിയ നിക്ഷേപം ഈ രൂപത സഭയ്ക്ക് നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. നിങ്ങളുടെ പേര് ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇത് സഭയ്ക്ക് ലഭിച്ച ഒരു വലിയ അനുഗ്രഹമാണെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഓർമ്മിക്കുമ്പോൾ പരിശുദ്ധ പിതാവ് ചിന്തിക്കുന്നത് പോലെ തന്നെ നിങ്ങളും ഇനി ചിന്തിക്കണം. നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങളുടെ യുവാക്കന്മാരുടെ കാര്യത്തിലും കുട്ടികളുടെ കാര്യത്തിലും നിക്ഷേപിക്കണം. അവരിൽ നിങ്ങൾ നിക്ഷേപിച്ച് അവരെ ശ്രദ്ധിച്ച് വളർത്തി ഈ പാരമ്പര്യം ഈ പ്രാദേശിക സഭയിൽ തുടരുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും സൃഷ്ടിക്കേണ്ടത് ഈ രൂപതയുടെ ഒരു വലിയ ഉത്തരവാദിത്തമാണെന്ന് പുറത്തുനിന്ന് വീക്ഷിക്കുന്ന ഞാൻ വന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഈ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിനനുസരിച്ചായിരിക്കും ഇതുവരെയും പടുത്തുയർത്തിയ ആ വലിയ സഭാപരവും സാമൂഹികവും രാഷ്ട്രീയവും ഒക്കെ ആയിട്ടുള്ള ഈ വലിയ പാരമ്പര്യത്തെ നമുക്ക് തുടർന്നു കൊണ്ടുപോകുവാൻ സാധിക്കുന്നത്. ഭാരതത്തിലെ സഭ വളരെ ശുഷ്കമായിക്കൊണ്ടിരിക്കുന്നു അംഗസംഖ്യയിൽ. കാരണം എന്തായെന്ന് ചോദിച്ചാൽ നമ്മുടെ മക്കൾ വിദേശത്ത് പോവുകയാണ്. ജോലി തേടി ഉന്നത വിദ്യാഭ്യാസം നേടി പോകുന്ന അവരെ നമുക്ക് തടയാൻ സാധിക്കുകയില്ല. കാരണം അത് അവരുടെ മൗലിക സ്വാതന്ത്ര്യമാണ്. അതുപോലെ തന്നെ അവർക്ക് അവരുടേതായ ജീവിതം കൈപ്പിടിക്കുവാനുള്ള അവകാശമുണ്ട്. പക്ഷേ എന്നുവരികിലും ഈ നാടിനെ സ്നേഹിക്കേണ്ടത്, ഈ ഭാരതത്തെ സ്വന്തം രാജ്യമായിട്ട് കാണേണ്ടത്, ഇവിടെയുള്ള ദേശീയതയിൽ ഇഴുകിച്ചേരേണ്ടത്, ഇവിടെ തനതായ സംഭാവനകൾ കൊടുത്ത് ഇവിടുത്തെ സമൂഹത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കേണ്ടത് ഈ സഭയുടെ കടമയാണ്. ഈ സഭയും